നമ്മുടെ തലയുടെ ഏതെങ്കിലും ഒരു വശത്ത് കുത്തുന്നത് പോലെ അല്ലെങ്കിൽ തുടിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്ന വേദനയാണ് മൈഗ്രെയിൻ. മിക്കവരിലും ഈ തലവേദന വരുന്നതിന് മുൻപായി കാഴ്ച മങ്ങുക, അതുപോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അതുപോലെ തന്നെ പ്രകാശത്തിലേക്ക് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോഴോ പ്രയാസം അനുഭവപ്പെടുക എന്നിവ ഉണ്ടാകാറുണ്ട്. ഇതിനെയാണ് ഓറ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മൈഗ്രെയിൻ വരാൻ പോവുകയാണ് എന്ന ബോഡി കാണിക്കുന്ന ഒരു സൈൻ കൂടെയാണ് ഈ ഓറ എന്ന് പറയുന്നത്. എന്നാൽ ചിലരിൽ ഈ ഓറ വരാതെ തന്നെയും മൈഗ്രെയിൻ വരാറുണ്ട്. എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഇതുവരെ സയന്റിഫിക്കലി പ്രൂവൺ അല്ല മൈഗ്രെയിൻ വരുന്നതിനുള്ള കാരണം എന്താണ് എന്ന്. ചില ഘടകങ്ങൾ മൈഗ്രെയിൻ വരാൻ കാരണമാകാറുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. എന്തൊക്കെ ഘടകങ്ങളാണ് മൈഗ്രെയിൻ വരാൻ കാരണമാകുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ടെൻഷനും സ്ട്രെസ്സും, അതുപോലെ തന്നെ ജീവിതശൈലിയിൽ വരുന്ന ചില മാറ്റങ്ങൾ, കുറച്ചു നേരം ഉറങ്ങുക അല്ലെങ്കിൽ ഒരുപാട് നേരം ഉറങ്ങുന്നത്, അതുപോലെ അമിതമായി ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ഇതിന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ. ആർത്തവ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും മൈഗ്രെയിന് കാരണമാകാറുണ്ട്. അതുപോലെ അമിതമായ ചോക്ലേറ്റ്, കഫെയിൻ, ആൽക്കഹോൾ എന്നിവയുടെ ഉപയോഗവും മൈഗ്രെയിന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെയാണ് കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ചൂട്, അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന തണുപ്പ് മൈഗ്രെയിന് കാരണമാകാറുണ്ട്. ചിലരിൽ അമിതമായ വെളിച്ചവും അതുപോലെ തന്നെ അമിതമായ ശബ്ദവും മൈഗ്രെയിൻ ഉണ്ടാക്കാറുണ്ട്. ഈ മൈഗ്രെയിൻ ഹെഡേക്ക് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ആദ്യം തന്നെ കൃത്യസമയത്ത് ഉറങ്ങുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും ഒരേ സമയത്ത് എണീക്കുകയും ചെയ്യുക. അതുപോലെ കൂടുതൽ നേരം ഉറങ്ങുന്നതും ഉറങ്ങാതിരിക്കുന്നതും ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് എല്ലാ ദിവസവും ഒരേ സമയത്ത് ആഹാരം കഴിക്കുക. രാവിലത്തെ ആഹാരം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരുപാട് കഴിക്കുന്നതും കുറച്ച് കഴിക്കുന്നതും ഒഴിവാക്കുക. ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെ എല്ലാ ദിവസവും ആഹാരം കഴിക്കുക. വിശന്നിരിക്കാൻ പാടില്ല. അതുപോലെ ടെൻഷൻ, സ്ട്രെസ് എന്നിവ ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ മിക്കവരിലും ഉണ്ടാകുന്ന ഈ മൈഗ്രെയിന് ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് തന്നെ കഴിയുന്നതാണ്. ആ ട്രിഗറിങ് ഫാക്ടർ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നതാണ് മൈഗ്രെയിനുള്ള ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത്.